നമ്മുടെ പാർലമെന്റിൽ പ്രതിപക്ഷം ഉപയോഗപ്രദമായ രീതിയിൽ വിമർശനം മാത്രമല്ല, പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും ഉന്നയിക്കേണ്ടത് അത്യാവശ്യമാണ്. ചൈന ഇന്ത്യൻ ഭൂമി കയ്യേറിയെന്നതും പാകിസ്ഥാനെതിരെയുള്ള സർജിക്കൽ സ്ട്രൈക്കും എയർ സ്ട്രൈക്കും ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ചും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ അവരുടെ തന്നെ രാഷ്ട്രീയ ഐക്യകക്ഷിയെ ദുർബലപ്പെടുത്തുന്നതാണ്. തെളിവുകൾ കൂടാതെ നടത്തുന്ന വിമർശനങ്ങളും പാർലമെന്റിനകത്തും പുറത്തും നടത്തുന്ന ലൂസ് ടോക്സും ദുർബലമായ പ്രതിപക്ഷത്തിന്റെ ലക്ഷണങ്ങളാണ്. പല നിരുത്തരവാദപരമായ വിമർശനങ്ങളും പ്രസ്താവനകളും സുപ്രീം കോടതിയിൽ നിന്നടക്കം വിമർശനങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇത്തരം പ്രവർത്തികൾ ഇന്ത്യയിലെ ജനങ്ങൾക്കൊരു ഗുണവും ചെയ്യുന്നതല്ല. സമാധാന കാലത്ത് മാത്രമല്ല, യുദ്ധകാലങ്ങളിലും രാജ്യത്തിന്റെ ഐക്യത്തിലും അഖണ്ഡതയിലും പ്രതിപക്ഷത്തിന് പ്രധാന പങ്കുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടക്കത്തിൽ അന്താരാഷ്ട്ര പിന്തുണ തേടുന്നതിന്റെ ഭാഗമായുള്ള ഇന്ത്യയുടെ പ്രതിനിധി സംഘങ്ങളിൽ പ്രതിപക്ഷത്തെ കൂടി ഉൾപ്പെടുത്തുകയും ചിലരെ സംഘ നേതാക്കളാക്കുകയും ചെയ്തത് സർക്കാരിന്റെ മികവുറ്റ നീക്കമായിരുന്നു. ഇത്തരം സമീപനങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ദേശീയ താൽപര്യത്തിന് അനുകൂലമായി പ്രതികരിക്കേണ്ടത് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷം രാജ്യത്തിന്റെ ദേശീയവും ആഗോളപരവുമായ വികസനത്തിന് സഹായകമാകും.